എന്തിനാ നിർത്തിയേ? നല്ല സിനിമയായിരുന്നല്ലോ. ഞങ്ങളിത് 1-2 പ്രാവശ്യം കണ്ടതാ. അത് ശരി, പിന്നെ എന്തിനാ ഇതിപ്പോ വെച്ച് ഞങ്ങളെ ഇരുത്തി കാണിച്ചത്? അല്ല, അത് നിങ്ങൾക്കൊരു മൂഡ് ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. അത് മാത്രമാണെന്ന് തോന്നുന്നില്ല അപ്പ. ചേച്ചിക്ക് മറ്റെന്തോ ഉദ്ദേശം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? ഉദ്ദേശം എന്ന് പറയാൻ പറ്റൂല, ആഗ്രഹം, ജസ്റ്റ് ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഉദ്ദേശത്തിന്റെ പേര് മാറ്റി ആഗ്രഹം എന്നാക്കി. ശരി, എന്തായാലും എന്താണ് ആ ഉദ്ദേശം എന്ന് പറ. ആഗ്രഹം. ആഗ്രഹം എന്താണേലും അത് പറ. അത് പറയാൻ ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരാളെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദിയമോൾ, പ്ലീസ് കം. അത് ശരി, ദിയമോളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനാണ്. വെറുതെ അല്ല എത്ര നേരം ദിയമോളും ഉണ്ടായിരുന്നത്. ദേവി ചേച്ചിക്ക് ഒരാഗ്രഹം, ഇത്തവണത്തെ ക്രിസ്മസ് വെറൈറ്റി ആക്കണം എന്ന്. നമ്മളല്ലെങ്കിലും വെറൈറ്റി ആയിട്ടാണല്ലോ ആഘോഷിക്കാറ്, പിന്നെന്താ? ആണ്, പക്ഷെ അതുക്കും മേലെ ഒരു വെറൈറ്റിയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഓഹോ, അതെന്താ അതുക്കും മേലെ ഒരു പ്ലാൻ? പപ്പ അത് സമ്മതിക്കണം. സമ്മതിക്കാം, പക്ഷെ അതിനുമുമ്പ് ആദ്യം പ്ലാൻ പറ. അത് ഇത്തവണ ക്രിസ്മസിന് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ വിളിക്കണം. അത്രേ ഉള്ളൂ? അതിനെന്താ, വിളിച്ചേക്കാം. എന്നാ അത്രമാത്രമല്ല. വരട്ടെ വരട്ടെ, അങ്ങനെ വരട്ടെ. പപ്പ, ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ എന്തോ നിർദ്ദേശമുണ്ട്. മിണ്ടാതിരിടി, ഞങ്ങളതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആ പറഞ്ഞു, ഞാൻ മിണ്ടുന്നില്ല. ഓ, നിങ്ങൾ പറയുന്നോ അതോ ഞാൻ പറയണോ? ഓഹോ, അപ്പൊ നിനക്കും അറിയായിരുന്നു. അമ്മയും മക്കളും എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ എല്ലാം, അല്ലേ? അല്ല, എന്നോട് തന്നെ അവർ ഇന്നാ പറഞ്ഞത്. അപ്പൊ ഞാനാ പറഞ്ഞത് നിങ്ങൾ തന്നെ പപ്പേനോട് പറഞ്ഞാ മതിയെന്ന്. ഇനി നീയും കൂടെ അറിഞ്ഞോണ്ടാണോ? അയ്യോ അല്ല, എനിക്കറിയത്തില്ല, നിരപരാധി. ശരി, ഇനി ആരാന്ന് വെച്ചാ കാര്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോവാം. പപ്പ, ഞാൻ തന്നെ പറയാം. ക്രിസ്മസിന് വരുന്ന എൻ്റെ ഫ്രണ്ട്സിനെല്ലാം നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റും കൂടെ കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ചെലവുള്ള പരിപാടിയാണ്. എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് 1 ഗ്രാമിന്റെ ഓരോ ഗോൾഡ് കോയിൻ. ഗോൾഡ് കോയിനോ? ഇതല്ലോ നീ എന്നോട് പറഞ്ഞത്. എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക് ക്ലാസ്സിൽ? ഒരു 9-10 പേര് മാക്സിമം. 10 പേര്. ഇന്നത്തെ സ്വർണ്ണ വില വെച്ച് 10 പേർക്ക് 80,000 രൂപ. നടക്കാൻ ചാൻസ് ഇല്ല. പപ്പ പ്ലീസ്, ചേച്ചിന്റെ ഒരു ആഗ്രഹമല്ലേ? പക്ഷെ അത്രയും പൈസ ഒന്നിച്ചെടുക്കാൻ വേണ്ടേ? അവളുടെ സേവിങ്സിൽ ഒരു 50,000 രൂപ കാണുമായിരിക്കും. 3 വർഷത്തെ സേവിങ്സ്. അപ്പം ഞാൻ ബാക്കി 30,000 തന്നാ മതി. മതി. അങ്ങനെയാണെങ്കി പപ്പ, നല്ലോണം ആലോചിച്ചിട്ട് മതി. ക്യാഷ് വെറുതെ കളയണ്ട. ആ, പിന്നെ പപ്പ, കൂട്ടത്തിൽ എനിക്ക് ഗോൾഡിന്റെ ഒരു ലോക്കറ്റും കൂടെ വാങ്ങാനേ എനിക്കൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. കൊടുക്കാം, കുഴപ്പമില്ല. എന്താ നിന്റെ അഭിപ്രായം? പറ്റുവാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. എന്നാ എനിക്ക് ഓക്കെയാണ്. എന്റെ സ്വർണ്ണ ലോക്കറ്റ് മറക്കണ്ട. ഇത് കൊള്ളാല്ലേ? കൊള്ളാം, പക്ഷെ നീ വേറെ 1-2 കൂടെ നോക്കി വെച്ചോ. ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. നാളെ എന്തായാലും ഓർഡർ കൊടുക്കണേ. നീ ബോയ്സിനൊന്നും വിളിക്കുന്നില്ലേ? ഓ, അവരെ വിളിച്ചാൽ കുറേ പേരെ വിളിക്കേണ്ടി വരും. തൽക്കാലം ഗേൾസ് മതി. ഓ, എത്ര ഗേൾസ് ഉണ്ട് ക്ലാസ്സിൽ? 11 പേര്. 11 പേര്? അതെന്താ നീ ഒരാളെ മാത്രം വിളിക്കാത്തെ? അല്ല, 10 പേരെ നീ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആരാ നീ വിളിക്കാത്ത 11ാമത്തെ ആള്? അതാ മിൻഷ. മിൻഷനെ നീ എന്താ വിളിക്കാത്തെ? മുമ്പ് നിന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ആയിരുന്നു, പക്ഷെ ഇപ്പല്ല. കാരണം? കാരണം അവളാണ് ക്ലാസ് ലീഡർ.
അവള് ലീഡറായ അന്ന് മുതൽ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് സംസാരിക്കുന്ന കുട്ടികളുടെ പേര് എഴുതി വെക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പേര് എഴുതി വെക്കും. അത് നീ സംസാരിച്ചിട്ടായിരിക്കും. സംസാരിക്കുമ്പോൾ ഓക്കെ പോട്ടെ, പക്ഷെ സംസാരിക്കാത്തപ്പോൾ പോലും എഴുതി വെക്കും. അതുകൊണ്ട് ഞാൻ അപ്പോൾ അവളോട് മിണ്ടലില്ല. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ക്ഷമിച്ചൂടെ? സോറി, എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഇതെന്ന് തൊട്ട് ജീവികള്. അമ്മ ഗോൾഡ് കോയിനും കൊണ്ടേ വരുള്ളൂ. അത് നാളെ വൈകുന്നേരം കിട്ടൂ, അവിടെ സ്റ്റോക്ക് എത്തിയിട്ടില്ല. അമ്മ പിന്നെ എവിടെ പോയതാ? ബാങ്ക് പോയതാ. എന്റെ ലോക്കറ്റ് സെറ്റ് അല്ലേ? ഉണ്ടംപൊരി, നിനക്ക് ലോകത്തല്ല ഞാൻ വാങ്ങി തരുന്നത്. ചതിച്ച് എന്നെ പറ്റിച്ചല്ലേ? അതെ, നിന്റെ ഡയലോഗിൽ നിർത്താൻ ഞാൻ അപ്പൊ വെറുതെ പറഞ്ഞതാ. എന്നാ ഞാൻ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ബഹിഷ്കരിച്ചോ? എനിക്കെന്താ? നിക്ക് വിഷമിക്കണ്ട, ഇപ്രാവശ്യം സാന്റ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് നിനക്ക് തരാം. അതിനിത്തവണ സാന്റ വന്നെങ്കിലല്ലേ? സാന്റ വരൂല. നിങ്ങൾ ക്രിസ്മസ് എന്നും പറഞ്ഞ് ഗോൾഡ് കോയിനൊക്കെ വാങ്ങി എന്ത് ദൂർത്ത. സാന്റ പാവങ്ങളുടെ വീട്ടിലേ പോവും, ഇവിടെ വരൂല. അല്ലല്ല, സാന്റ വരും. ഇല്ല ചേച്ചി? ഇല്ല, വരത്തില്ല. ആണ് അമ്മ വന്നു തോന്നുന്നു. ഇതാ വരുന്നു. മോള് വിഷമിക്കണ്ട, സാന്റ വരൂല. അതെ മിൻഷന്നെ, ഞാൻ എഴുതിച്ചിന്നെ കാണുമ്പോൾ ഞെട്ടോ സർപ്രൈസ് ആവുന്നൊക്കെ. ഇജ്ജെന്താ ഇങ്ങോട്ട്? ആ കഴുത്തേക്ക് ഇറക്കി പറഞ്ഞാൽ പോരെ. എവിടെ എൻ്റെ അമ്മയും ചെറ്റിയൊക്കെ? പിന്നെ നമ്മളെ നിക്കി. അമ്മ ടൗണിൽ പോയതാ, നിക്കിയും തീയമ്മളും മുകളിലുണ്ട്. ഓ, പിന്നെ എന്തായി ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? എല്ലാവരും വിളിക്കണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എല്ലാരെയും ഒന്നും വിളിക്കണില്ല, കുറച്ചു പേരെ മാത്രം. ആ കുറച്ച് പേരിൽ ഞാൻ ഉണ്ടോ? അമ്മ വന്നു. ഹലോ ആൻറ്റി. ഹലോ, മിൻഷല്ലേ? അതെ, ആൻറ്റിക്ക് എന്നെ മനസ്സിലാവില്ലാന്ന് ഞാൻ വിചാരിച്ചത്. ദേവ് പറഞ്ഞിട്ടറിയാം. പിന്നെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് സ്കൂൾ പ്രോഗ്രാംസിൻ്റെ ഒക്കെ. കുടിക്കാനൊന്നും കൊടുത്തില്ലേ ദേവു? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ആണോ? എന്നാ മോളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അടിപൊളി. ഞങ്ങൾക്കും വീട് വെക്കുമ്പോൾ ഇതേപോലത്തെ ചിത്രം വരയ്ക്കണം. അപ്പം ഇപ്പുള്ള വീടോ? അത് വാടക വീടല്ലേ? ഓ, ഇതേ വരുന്നേ. ഞാൻ അവിടെ എത്തിട്ടോ. എന്താ അവളുടെ വരവിന്റെ ഉദ്ദേശം തന്നെ എനിക്ക് മനസ്സിലാവണില്ല. ഇന്നലെ സ്കൂളിൽ നിന്ന് പോലും കണ്ടിട്ട് ഞാൻ മിണ്ടാതെ പോകുന്നതാ. സ്കൂളിലെ പ്രശ്നമൊക്കെ അവിടെ മതി. ഇപ്പം ആ കുട്ടി നമ്മുടെ വീട്ടിലെ ഗസ്റ്റാ, കേട്ടല്ലോ. ഞാനതിന് മിണ്ടിയല്ലോ, പിന്നെന്താ? എന്നാലും അവള് നാണല്ലാതെ. ഹലോ നിക്കി. ഹലോ ദിയ. ഹലോ, ഇതാരാ മോളെ? ദിയമോക്കെന്നെ മനസ്സിലായോ? ആ മിൻഷ ചേച്ചി അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനിപ്പോൾ വരാം. എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. പിന്നെ എന്താ വിശേഷം? വെറുതെ ഇറങ്ങിയതാണോ? വെറുതെ അല്ല, ഇപ്പം എമ്മ രാവിലെ കോഴിക്കോട് പോയിരുന്നു.
പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു നാളെ വരാൻ പറ്റുള്ളൂ. ഓ ആണോ? അല്ല അപ്പൊ വീട്ടിലാരാ? അതാ പ്രശ്നം, അവിടെ ആരുമില്ല. എന്നോട് ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യം തോന്നിയത് ദേവുവിൻ്റെ അടുത്ത് വരാനാ. ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അവിടെ നിൽക്കണേന്? ഏയ് എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. മോളിവിടെ നിന്നോ. ഓക്കെ, താങ്ക് യു ആന്റി. ഡ്രസ് ഉണ്ടോ മാറാനുള്ള? ആ, ഞാൻ എടുത്തിട്ടുണ്ട്. ദേവു, എന്നാ നിങ്ങൾ രണ്ടുപേരും ഇന്ന് മുകളിലെ റൂമിൽ കിടന്നോ. ഞാനെന്തിനാ? അവൾ ഒറ്റയ്ക്ക് കിടന്നോളും. പറയുന്ന കേട്ടാ മതി. നീ ചെല്ല്, റൂം സെറ്റാക്കി കൊടുക്ക്. വാ. മിൻഷു ചേച്ചിയും ദേവ് ചേച്ചി പിണക്കത്തില്ല. ആ പിണക്ക് ഇന്ന് മാറിക്കോളും. ഏയ് എനിക്ക് ഒന്നുമില്ല. നോക്കാം. ഇന്ന് രാത്രി ഒന്ന് സ്പെഷ്യല് ബിരിയാണി വെക്കാന്നാ വിചാരിക്കണത്. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ആന്റി. താങ്ക് യു. കിടക്കാനാണെങ്കിൽ മേളിലോട്ട് പോയിക്കോ. ആ, ദേവ് എന്തേ? അവള് പുതപ്പോണ്ട് പോയിട്ടുണ്ട്. റൂമിൽ കാണും. ആ, ഗുഡ് നൈറ്റ് ഡിയ. ഗുഡ് നൈറ്റ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ഒന്ന് കേട്ടിട്ട് പോ. ഇനി ചിലപ്പോൾ സംസാരിക്കാൻ ഞാൻ ആ സ്കൂളിലുണ്ടാവില്ല. ഞങ്ങൾ പോവാ മറ്റന്നാൾ രാവിലെ. TC ഒക്കെ വാങ്ങി. പിന്നെ എൻ്റെ ഉപ്പയും കോഴിക്കോടൊന്നും പോയിട്ടില്ല. ആരും വീട്ടിലുണ്ട്. ഞാൻ നുണ പറഞ്ഞതാ. എന്തിന്? ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ, എന്നോടൊന്ന് സംസാരിക്കാൻ. ഈ ക്രിസ്മസിന് എല്ലാവരും വിളിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നെ വിളിക്കൂലെന്ന് എനിക്കറിയാം. എന്തിനാ TC വാങ്ങി പോണേ? എന്ത് രസമായിരുന്നല്ലേ നമ്മുടെ പഴയ കാലം. നമ്മൾ ലാസ്റ്റ് ടൂർ പോകാൻ എനിക്ക് ഓർമ്മയുണ്ടോ? ബസ്സിൽ പാട്ടും ഡാൻസും. TC എന്തിനാ വാങ്ങിയത്? താത്താൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ. ഇവിടെ ഞങ്ങൾ കുറേ ശ്രമിച്ചു, പക്ഷെ ക്യാഷ് ഒന്നും റെഡിയായില്ല. പാക്ക് നാട്ടിലൊരു 5 സെന്റ് സ്ഥലമുണ്ട്. അത് വിറ്റിട്ട് നടത്താനാണ് പ്ലാൻ. അതിനെന്തിനാ TC വാങ്ങി പോണേ? അറിയാലോ, നമ്മുടെ സ്കൂളിലത്തെ 1 വർഷത്തെ ഫീ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതുകൂടി താങ്ങൂല. സോ അവിടെ ഗവൺമെന്റിലോട്ട് മാറാമെന്ന് കരുതി. സോറി എല്ലാത്തിനും. അതൊന്ന് നേരിട്ട് വന്ന് പറയണം തോന്നി, അതാ വന്നത്. ആൻറ്റി കാണാം. ശരി. ദിയമോൾ, നിക്കി, ബൈ. ബൈ ബൈ, വീണ്ടും കാണാം. മിൻഷ, ഇതെന്താ? എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ വാങ്ങി വെച്ചൊരു ഗിഫ്റ്റാ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. തിരിച്ചറിയാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഹാപ്പി ക്രിസ്മസ്.
ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. ആ ശരി ശരി, ഓക്കെ ഓക്കെ, ആ ശരി. ഡിയർ മിൻഷ, ഇത് തികയുമെന്ന് എനിക്കറിയില്ല. തികയുമെങ്കിൽ നീ നമ്മുടെ സ്കൂളിൽ നിന്ന് TC വാങ്ങി പോകരുത്. സ്നേഹത്തോടെ സ്വന്തം മേഘന. നീമാൻ്റെ ഉമ്മാനെ നീ വിളിച്ചു പറ, എൻ്റെ ഫ്രണ്ടല്ലേ. ഹേയ്, ഞാൻ പറയൂല, ചേട്ടാ എന്നെ പറഞ്ഞാൽ മതി. അത് ശരി, ഇതിപ്പോ ഒക്കെ എൻ്റെ തലയിലായോ? ചേച്ചി എന്താ പ്രശ്നം? ആ ഹലോ, ഞാനാ മേഘനയുടെ ഫാദർ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ക്രിസ്മസ് ആഘോഷമില്ലേ, അത് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷം മാറ്റി വെച്ചോ? എന്ത്? Santa Claus വേറാരും ഇറയാം ഇറയാം. കാണാനില്ലല്ലോ. ഇത്തവണ സാന്റ വരൂലേ ചേച്ചി? വരൂലായിരിക്കും, ഇത്രയും നേരമായില്ലേ. സാന്റ ഇത്തവണ വേറെ റൂട്ടിലായിരിക്കും അല്ലേ? ആയിരിക്കും. എന്നെ സ്വർണ്ണ ലോക്കറ്റ് തരാന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചപ്പോ നിങ്ങളെ സാന്റ പറ്റിച്ചു. സാന്റ പോന്നു. സാന്റ ഹാപ്പി ക്രിസ്മസ്. Happy Christmas. ഒന്ന് കേറിയിട്ട് പോ. On with Ramajit Varam. Please wait. Joy to